സാറേ നമസ്കാരം. നമസ്കാരം. ഞങ്ങളൊരു പരാതിയായിട്ട് വന്നതാ. എന്താണ്? ഇയാള് ആനപ്പാപ്പനാ. ആ. പേര് ശീതളൻ. ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതെ, ഈ തൊഴിൽ സംബന്ധമായ പരാതികൾ നിങ്ങൾ പറയേണ്ടത് ലേബർ ഓഫീസിലാണ്. ഇത് മൃഗസംരക്ഷണ വകുപ്പാണ്. അയ്യോ സാറേ, ഇത് പീഡനാണ്. അയ്യോ അത് ഇവിടെയില്ല, മനുഷ്യാവകാശ കമ്മീഷന്റെ ഓഫീസിൽ ഇപ്പൊ തന്നെ ചെന്ന് പറയണം. മാഡം ആനേനെയാണ് പീഡിപ്പിച്ചതേ. ഇതിപ്പോ ആരാ പീഡിപ്പിച്ചത്? ഈ സുഗതനാണ്, സുഗതൻ. സത്യനും സുഗതനും. അപ്പൊ ഈ സുഗതൻ സത്യനെ പീഡിപ്പിച്ചു അല്ലേ? അങ്ങനെയല്ലേ, ഈ സുഗതനും സത്യനും കൂടിയിട്ട് ആനേനെ പീഡിപ്പിച്ചു. അപ്പോ ഈ ആനയുടെ പേരെന്താണ്? ആനയുടെ പേര് മണിക്കുട്ടൻ. മണിക്കുട്ടൻ. അപ്പൊ ഈ സുഗതനും സത്യനും ആരാ? ഈ സുഗതൻ എന്ന് പറഞ്ഞത് പാപ്പാനാണ്. പാപ്പാൻ. സത്യം എന്ന് പറഞ്ഞത് ഇതിന്റെ ഓണറാ. ഓ, മുതലാളി. അത് പറയും. അല്ല, ഈ സത്യം എന്ന് പറയുമ്പോ സത്യശീലൻ. സത്യശീലൻ. അതെ. സാറേ സത്യശീലൻ ഓ. കൊറേ എനിക്ക് മനസ്സിലായി. പക്ഷെ അയാളെ കുറിച്ച് ഇതുവരെ പരാതി ഒന്നും ഇവിടെ വന്നിട്ടില്ല. സാറേ, നമുക്ക് നല്ല പരിചയമുള്ള ആളാണ്. ഭയങ്കര ക്രൂരനാണ്. ചുരുക്കം പറഞ്ഞ സർക്കാർ പറഞ്ഞ ഒരു കാര്യം പാലിച്ചിട്ടൊന്നല്ല അവര് ആനനെ നോക്കണത്. ഈ മതപ്പാടുള്ള സമയത്ത് കണ്ണി കണ്ട പണി കിടിപ്പിച്ചിട്ട് കാശുണ്ടാക്കണവര്. അതുമല്ല സാറേ, ഈ ഹോൾസെയിലായിട്ടാണ് ആനവാല് വെട്ടി വെക്കണത്. കണ്ടാ സഹിക്കൂല. പിന്നെ ഇപ്പൊ ആനെ നോക്കണതോ ഒരു പ്രവൃത്തി പരിചയം ഇല്ലാത്തൊരു ചങ്ങായി, ഒരു കള്ളുടിയൻ. ഓ, അപ്പൊ ഇദ്ദേഹമായിരുന്നു നേരത്തെ ഞാൻ പൊന്ന് പോലെ നോക്കിയതാ സാറേ. ഇയാൾക്ക് പകരം വന്ന ആളാണ് ഈ സുഗതൻ. അയാൾക്ക് ലൈസൻസ് ഉണ്ടോ? ഇവിടെ നിന്ന് അയാൾക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് തന്നെ ഇല്ല. ഈ ശീതളൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആനയാണെങ്കിൽ മരിക്കും സാറേ. അത്ര സ്നേഹമായിട്ട് നോക്കി. നോക്കിയതാ സാറേ എന്റെ കുട്ടിയത്. സാറേ ഇതിൽ നമുക്ക് എന്തായാലും ഇടപെടണം. വേണം സാറേ. പിന്നെ ഈ ഇരുമ്പ് തോട്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ സർക്കാർ നിയമം. ഇയാള് ഇരുമ്പ് തോട്ടിയാ ഉപയോഗിക്കണേ. അത് വെച്ചിട്ട് നല്ല മുതലത്തല്ല സാറേ. പിന്നെ വലിയ കോലുണ്ടേ, ആനയുടെ തോലെടുത്താളും ഒരു ഭാഗം അടിച്ച് ചതച്ചാളും. സാറേ, ഈ കാരപ്പോലും ആണി അടിച്ചിട്ടേ പെടലിങ്ങനെ കുത്തി പൊക്കി ഇങ്ങനെ നിർത്തും. ഓ എടോ, അത് പിടിച്ചു വാങ്ങിച്ചിട്ട് അവനിട്ടൊരെണ്ണം കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ലേ? എന്തുട്ട് സാറേ നമ്മള് ചെയ്യാൻ മുതലാളി അവരല്ലേ, നമുക്ക് എന്തുട്ടാ ചെയ്യാൻ പറ്റുക? പറയാനല്ല പറ്റുള്ളൂ. ഞങ്ങള് കൊടുത്താന്. അപ്പൊ മൊയ്തു സാറ് വന്നിട്ട് പറഞ്ഞിട്ട് നിയമത്തിന്റെ ഭാഗത്തു കൂടി പോവാന്ന് പറഞ്ഞു. അല്ല, ഒരു കണക്കിന് അതും ശരിയാ. പിന്നെ സാറേ, ഈ ഉത്സവത്തിന് ആനകൾ എഴുന്നള്ളിക്കരുതെന്നാണ് പറയാറ്. ഇനി അഥവാ എഴുന്നള്ളിക്കുകയാണെങ്കിൽ തന്നെ ആനകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വേണം. അതൊന്നും ഇവിടെ നോക്കില്ല. ഈ എഴുന്നള്ളിക്കാൻ വരുന്ന ആനകളൊക്കെ കള്ള സർട്ടിഫിക്കറ്റിലാണ് വരുന്നത്. കണ്ണ് കാണാത്തത്, സുഖമില്ലാത്തത്, മതപ്പാടുള്ളത്, ഇങ്ങനെയുള്ള ആനകളെ ഉത്സവത്തിന് കൊണ്ടുവരില്ല. അല്ല, അത് പിന്നെ നമുക്ക് ക്ഷമിക്കാം, ഉത്സവത്തിന് വേണ്ടിയാണല്ലോ. അങ്ങനെ ശ്രമിക്കാൻ പറ്റില്ല സാറേ. അവിടെ നിന്നാണ് ഈ ആനകൾക്ക് മതളങ്ങുന്നത്. അങ്ങനെയാണ് ആളുകളെ ചവിട്ടിക്കൂടുന്ന ആന. സാറേ, ഇനിയിപ്പോ എന്തൊക്കെ പ്രശ്നം ഉണ്ടായില്ല, എന്റെ മണിക്കുട്ടന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം സാറേ. അല്ല, മോന്റെ പോലെ നടത്തിയിട്ടാക്കി ഞാൻ കരയല്ലേ. അതെ, ഇവിടുന്ന് കൃത്യമായിട്ടൊരു നടപടി ഉണ്ടാവും. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. അത് മതി, അത്രയും കേട്ടാ ഉണ്ടാവും. ഒരു കാര്യം ചെയ്യ, പേര് പറയും. പേര് ശീതളൻ. അതല്ല, നമ്മുടെ ആനമോൻ മണിക്കുട്ടൻ. മണിക്കുട്ടൻ നല്ല പേര് കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ പീഡിപ്പിച്ചവരുടെ പേരെന്താണ്? മാതങ്കം മൊയ്തു. നമ്മളല്ലേ? അതല്ല, സത്യശീലൻ. സത്യശീലൻ. പിന്നെ സുഗതൻ. പാപ്പാൻ സുഗതൻ. മണ്ടോ അത് നോട്ട് ചെയ്തല്ലോ. എഴുതിയിട്ടുണ്ട്, കണ്ട. അപ്പൊ സാറേ, ഒരു നടപടി ഇവിടുന്ന് ഉണ്ടാവും. ഞാൻ മന്മഥൻ വാക്ക് തരികയാണ് കേട്ടോ. ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ഒരു നടപടി നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഉണ്ടാവും. വിഷമിക്കണ്ട കേട്ടോ. അറിയാലോ, അറിയാം. ശരി. സാറേ എന്ത് വാക്കാ കൊടുത്ത്? സത്യശീല മുതലാളിക്കെതിരെ നടപടി എടുക്കാൻ പോവാണോ? ഞാൻ നടപടി എടുക്കും. ആണല്ലേ? ഞാൻ കൃത്യമായിട്ട് പേരൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടേ. ഒറ്റയ്ക്ക് പോയി നടപടി എടുത്താ മതി. മനുഷ്യരായാലേ കുറച്ച് നന്ദിയൊക്കെ വേണം. എന്തോരം പൈസ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഞാൻ നടപടി എടുക്കൂന്ന് പറഞ്ഞാൽ ഞാൻ നടപടി എടുത്തിരിക്കും. പോയി എടുത്തോ കേട്ടോ. എനിക്കൊരു വാക്കേ ഉള്ളൂ. സത്യശീല മുതലാളിക്കെതിരെയുള്ള കേസ് നടപടിയായി. മണ്ടന്മാര്. ഓ, വലിയ ആന സ്നേഹികള് വന്നേക്കണ്. ആശ നല്ല ഉറക്കത്തിലായിരിക്കും. ഉച്ച ഉറക്കുണ്ട്. ഉറക്കണ്ട പിന്നെ പിന്നെ ഉറങ്ങാതിരിക്കില്ലല്ലോ. അതെ അതെ, രാത്രിയല്ല ഓരോ പണി. മിണ്ടല്ല, ഞാൻ വിളിക്കാം. ആശാനെ, ആശാനെ, ആശാനെ. അതാണ് നമുക്ക് പതുക്കെ വിളിച്ചോളൂ. അല്ല ആശാനെ,
നീ എന്താണ് ഇത്ര നേരമായിട്ട് ആനക്ക് പട്ട കൊടുത്തിട്ട് കൊടുത്തിനി രണ്ടാമത്തെ വരുത്താന്ന് ആശാൻ അവർക്കൊരു കാര്യമുണ്ട്. ഏതമ്പലത്തിനാണ് ഇത് നമ്മളെ പിള്ളേരാന്ന്. പിള്ളേരാ? അതെ. എന്താ കുട്ടികളെ? ഞാൻ പറയാം ആശാനെ, അവർക്ക് 3-4 ആനവാല് വേണമല്ലോ. എന്തിനാ നിങ്ങൾക്ക് ആനവാലി? എന്റെ കൊച്ചേ അവൻ തൊട്ടി കിടന്ന് ഞെട്ടിത്തെറിക്കുക പേടിക്കാണ്. പേടിച്ചിട്ട്. കുട്ടിക്ക് ഒരാനവാലി പോരെ, എന്തിനാ 4 ആനവാലി? ഒരെണ്ണം അവനാണ്, ആ ഒന്ന് പിന്നെ എനിക്കാണ്. അത് ശരി. അപ്പൊ നിങ്ങൾക്കും പേടിയാണ്. ഞാൻ ഉറക്കത്തിലുണ്ടല്ലോ എന്റെ കഴുത്തിന് ഒരു ഭാര്യ ഞെക്കി പിടിക്കും. അതിന് ഭാര്യ സ്നേഹിച്ചാ പോരെ, പിന്നെ അവള് കഴുത്തിന് കയറി പിടിക്കുവോ? അയ്യോ അതിന് അവളില്ല. എവിടെ പോയി? അവള് ചത്തുപോയി. അത് ശരി. നിങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാ? ഔ, എന്നാ പിന്നെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഭാര്യയുടെ ആത്മാവ് വരുന്നത്. അതിനെന്തിനാണ് വെറുതെ ആനവാലൊക്കെ കെട്ടുന്നത്? എന്റെ പൊന്നെ, അവള് ജീവിച്ചിരുന്നപ്പോ തന്നെ എനിക്ക് മനസ്സമാധാനം ഇല്ല. ചത്തു കഴിഞ്ഞപ്പോ ഒട്ടും ഇതുപോലെ പിടിക്കാൻ തുടങ്ങിയവളെ. ശരി ശരി. ഇനി കുട്ടിക്ക് എന്താ പേടി? എനിക്കും പേടിയാണ്. എന്തിനാണ് പേടി? ഭാര്യയാണ്. ഔ, നിങ്ങളുടെ ഭാര്യ ചത്തുപോയോ? ചത്തില്ല, ആ, ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ടാ പേടി. നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഭാര്യയുടെ പേടി. അപ്പൊ 4 ആനവാലി വേണം. ആശാനെ, പിള്ളേർക്ക് കൊടുത്തേ. കൊടുക്ക. കാസിന്റെ കാര്യം പറഞ്ഞു. പൈസ കൊടുക്കേണ്ടി വരും. അതെത്ര വേണമെങ്കിലും തരാം. തരും. എന്നാ പിന്നെ നീ ഒരു ആനവാലിന്റെ കാസ് അറിയാലോ? അറിയാം. വൈകുന്നേരം ഒരു 4 മണിക്ക് വന്നാ മതി. ഞാൻ അപ്പൊ ആനയുടെ വാല് പിടിഞ്ഞിട്ട് വെക്കാം. പിന്നെ ആരോടും പറയരുത് സുഹൃത്ത് ആനവാല് തന്നു. എന്റെ ജോലി പോവാതാണ്. ആരോടും പറയില്ല. നോക്കോളൂ. പോയിക്കോ ശരി. എന്നാ പോയിക്കോ, വൈകുന്നേരം കേട്ടാ. നിലക്കിൽ എന്ത് തന്നെ കേട്ടാ. ആശാനെ, അനക്കൊരു തമാശ കേക്കണം. നമുക്ക് ഇത്ര പോകുന്നൊരു ചൂരക്കോലില് നമ്മളിങ്ങനെ ഓങ്ങിയ മൂത്രം വയ്ക്കണ പേടിയുള്ള ആന, അതിന്റെ വാലിലത്തെ രോമം കയ്യുമ്പോ കെട്ടിയ എങ്ങനെയാടാ പേടി മാറുന്നത്? നമുക്ക് കാസുണ്ടാക്കാൻ ദൈവം തരുന്ന ഒരേ വഴി. ആശാനെ എന്ത് ഇങ്ങനെ കുടിക്കുന്നത്? കൊറേ കുടിച്ചില്ല ആശാനെ. നീ പോട്ടെ, എനിക്ക് പറ്റച്ചു കൊടുക്കണ. വേണ്ടാത്ത കാര്യങ്ങളെ ചോദിക്കുള്ളൂ. റാസ്കൽ. ശീതളേട്ടാ, മണിക്കൂട്ടനൊന്നും കഴിക്കണില്ലാന്നേ. എന്നെ കാണാത്തതിന്റെ വിഷമം അവിടെ അവന്. ഞാൻ അടുത്തേക്ക് ചെല്ലാനില്ലല്ലോ. ചെല്ലുന്നേ. എങ്ങനെയടി വെറും കൈയോടെ അങ്ങോട്ട് കയറി ചെല്ല? ഒരു കൊല പഴങ്ങൂലും ഇല്ലാണ്ട് എങ്ങനെയാ പോണേ? നിങ്ങൾ ആരുടെ കാര്യം പറയണേ? നീ ആരാ പറയണേ? നമ്മുടെ മോന്റെ കാര്യം. അത് ശരി, ഞാൻ എന്റെ ആനയുടെ കാര്യം പറയണേ. നിങ്ങളും നിങ്ങളുടെ ഒരു ആനെ. ഞാനൊന്നും പറയണില്ല. സ്നേഹം മൂത്ത് ആ കൊച്ചിനും ആനയുടെ പേരിട്ടു. എനിക്ക് എല്ലാത്തിനും വലുത് എന്റെ ആന തന്നെ. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതി. കൊറേ നാളായല്ലോ ആനനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തായി? അതേ, ഈ നിയമം എന്നൊക്കെ പറയണതേ കാശുള്ളവർക്കുള്ളതാ. അതാദ്യം അങ്ങ് മനസ്സിലാക്കാൻ കൂടെ.